മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ. അതെ. ഹൈക്കോർട്ടിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം. അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ഞാൻ ഗണപതിയരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല. എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക എങ്കിൽ അപ്പീൽ കൊടുക്കാൻ പോകരുതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്. ഒരു 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതിയർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്ത് എടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതിയർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവറ്റുകൊട്ടയിലെത്തി. ഇനി വല്ലതുണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പെറുക്കാൻ? വീട് ജപ്തി ചെയ്യാൻ കടക്കാർ എപ്പോഴും വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ. സ്വല്പം പ്രായമുള്ള ആളാ. എന്താ തിരക്കിലാണോ? സാരമില്ല. എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട. ഞാൻ ബാലനോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മിടുമിടുക്കൻ. അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അൻവി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലനെ ബുദ്ധിമുട്ടിക്കാണോ? ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പല്ല. പ്രശ്നമില്ല. ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. MG കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായോ? വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചറാണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്? ഇവിടെ അടുത്താ. സമയം കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്.
ഒരു അപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. അനിത. ഗുഡ് നെയിം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം ഞാനൊന്ന് അമ്പരന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാരുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പൂർണ്ണ ബട്ട് ഐ കൻ സേവ് ഹിം. നിങ്ങളെപ്പോലെ എത്രയോ വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്. യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറും ഒരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു. മനസ്സിലായില്ല. എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ. സാർ, ധനലക്ഷ്മി വന്നിട്ടുണ്ട്. 5 സീരീസ് 17 ലക്ഷം രൂപ. ധനവർഷം വന്നിട്ടുണ്ടോ? അത് 1 ലക്ഷം ഉള്ളൂ സാർ. 1 ലക്ഷം ഉള്ളൂ? അതെ. ഈ 17 ലക്ഷത്തിന്റെ എത്ര രൂപ? 3 രൂപ സാർ. 3 രൂപ? അതെ. സാധാരണക്കാരൻ എങ്ങനെയാണോ ലോട്ടറി എടുക്കുന്നത്? 17 ലക്ഷം രൂപയില്ലേ സാർ? അച്ഛനെ അത് അടിച്ചാലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് എന്നാ നറുക്കെടുപ്പ്? ഒക്ടോബർ 11-ന്. ഒക്ടോബർ 11 ആകുമ്പോ 1 1 2 ഒന്നെടുക്ക്. ഇത് അടിക്കും അച്ഛനെ? അടിക്കും സാർ. അടിക്കും. താൻ പറയാത്തന്നെ കുഴപ്പ. സാർ ഒന്ന് നിൽക്കൂ സാർ. ഒരത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാൻ. കുറെ പേര് നോക്കി പറഞ്ഞ സാർ, കാശിന് വേണ്ടിയല്ല, ഒറ്റ കാശ് എനിക്ക് ആവശ്യമില്ല. ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത്. സാർ ലക്ഷപ്രഭുവാകാൻ പോകുന്നു. നടക്കുന്ന കാര്യമല്ല പറയാശനെ. ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു. ശരി, കൈപ്പറ്റി എന്ന് വിചാരിക്കുക. ഇന്നേക്ക് കൃത്യം, അതായത് ഒക്ടോബർ 11-ാം തീയതി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ താങ്കൾ ലക്ഷങ്ങളുടെ ഉടമയായിരിക്കും. ഒക്ടോബർ 11-ാം തീയതി. ചേടാ, ഞാൻ പോന്നു സാർ. ഞാൻ പറഞ്ഞത് ഫലിക്കുമെങ്കിൽ അന്ന് സാറിനെ അന്വേഷിക്കും. എനിക്ക് കാശ് വേണ്ട. അല്ല, നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ വേണ്ട ഉള്ളൂ. സാർ, വേണ്ട. അല്ല, അല്ല, എനിക്ക് ലോട്ടറി അടിച്ചാ ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും. നാരായണ നാരായണ. ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ, ഭൂമിയിലേക്കെത്തിയ ദേവേന്ദ്രനോ. വീട്ടിൽ അരിയിടാൻ പറഞ്ഞിട്ടല്ലേ വന്നത്? സോറി. ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19-ന്. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതിയെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലേ. പ്ലീസ് എന്നെ വക്കീലെ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുക്കാം. രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടം കൊണ്ട് അനുകൂലമായ ഒരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കുകയാണ് നല്ലത്. ഇമോഷണൽ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവരി നൂക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വെയർ ഐ വിൽ ഡു ദാറ്റ്. ശിവരാമൻ കുത്തുപാള എടുക്കണം. എടുപ്പിക്കാം. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത്. എവിടെ മകളെവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അവർക്കൊരു സന്തോഷാവട്ടെ. അവള് സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. സാരമില്ല, വരട്ടെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ദിവസേന വരാം. കേസ് വിശദമായി പഠിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീല് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവുന്ന് അങ്ങനെ വരൂ. അത് മാറ്റണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. ഇനി ഇതാരും മനസ്സിലായില്ല. ബാലഗോപാലൻ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ആരാ? ഇത് ഹൈക്കോടതിയിൽ ഗണപതിയുടെ കൂടെയുള്ള. മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഓഹോ. ഇതാ
ഐ ആം അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ആ, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ. എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്ത് കാര്യം? മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതിയൊന്നുമല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. കോടതി ആയിരുന്നെങ്കിൽ എങ്കിൽ ആദ്യത്തെ ക്രോസിംഗിൽ തന്നെ അനുകൂലമായ ഒരു വിധി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തടിയാവരുത്. നിങ്ങൾ ആ അനിത രക്ഷകനോ? ഒന്ന് പോയാ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾ പോയേ. ഒക്കെ ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതല് കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ, അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ. ചിലപ്പോ ലീവ് കിട്ടിക്കാണില്ല. ഓ, കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. മുഴുവനുമുണ്ട്. കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ബാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാൻ അനിതയോടൊന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട. ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും തരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. അമ്മേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അമ്മേ. ബാല, അനിതയ്ക്ക് ചില നല്ല ആളുകളൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഈശ്വരാനുഗ്രഹം. ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഒക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മ ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ? നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ? ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി. ബാലന്റെ ജോലി പോയവരറിഞ്ഞു. വിഷമിക്കണ്ട. എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം.
ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി. എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കു ബാലേട്ടാ. അനിതേ, രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്താമ്മ ഉണ്ടായത്? ആ നീ വരാൻ വൈകിയതിന് അച്ഛൻ വഴക്ക് പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്. ഇവിടെ എന്തുണ്ടാവും? ആ കട വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു, അത്ര തന്നെ. എടേ, ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണൻ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാൻ വരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും. നിനക്ക് എന്താ ഇത്ര അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ അധികം സംസാരിക്കണ്ട. ചെല്ല്, രാമകൃഷ്ണൻ അമ്മയെ അടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മയെ എനിക്കിപ്പോ കാണണ്ട. അനിതേ, കുറച്ച് കൂടുതൽ ധിക്കാരം. പണമില്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ടാ തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്കു വെച്ചാ. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലി കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്? ഏ, ഒന്നും പറയണ്ട. നിന്നെ കൊണ്ട് ഇത്രയും പറയിക്കാനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്.